സോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ജാങ്കോ ട്യൂട്ടോറിയലാണ്. സോ ഇന്നത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പൈത്തൺ ലൈബ്രറിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫേക്കർ എന്ന് പറഞ്ഞൊരു ലൈബ്രറി. സോ ഈ ഫേക്കർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് നമുക്ക് ഡമ്മി ഡേറ്റാസ്, അതിൽ ഫേക്ക് ഡേറ്റാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ലൈബ്രറിയാണ്. അത് നമ്മൾ എങ്ങനെ ജാങ്കോനകത്ത് നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫേക്കർ നമ്മൾ ഡമ്മി ഡേറ്റാസ് വെച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്ത മോഡൽസിനകത്തോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ നോക്കും. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫേക്കർ ലൈബ്രറി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇത് ഇവരുടെ സൈറ്റാണ്, ഞാൻ ഈ സൈറ്റ് ഡിസ്ക്രിപ്ഷനകത്ത് താഴെ ഇടാം. ഇതിനകത്ത് നമുക്ക് സ്റ്റാൻഡേർഡ് പ്രൊവൈഡേഴ്സിനകത്ത് നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഇതിനകത്ത് നമുക്ക് ഒരുപാട് ഡേറ്റാസ് കാണുന്ന ഒരുപാട് ക്ലാസ് ഉണ്ട്. നമുക്ക് അഡ്രസ്സ് ഉണ്ട്, ഓട്ടോമേറ്റീവ്, ബാങ്ക്, ബാർകോഡ്, കളർ, അങ്ങനെ ഓരോ നമുക്ക് ക്ലാസ്സസ് ഉണ്ട്. ഇപ്പോൾ ഫോൺ നമ്പർ ആണെങ്കിൽ നമുക്ക് ഡമ്മി ഡേറ്റ, നമുക്ക് ഫോൺ നമ്പറിൻ്റെ ഡമ്മി ഡേറ്റ കിട്ടും. അതുപോലെ തന്നെ പ്രൊഫൈൽ നമുക്ക് കിട്ടും, ക്രെഡിറ്റ് കാർഡ്, കമ്പനി, അങ്ങനെ ഓരോരോ ഡേറ്റ നമുക്ക് ഡമ്മി ആയിട്ട് കിട്ടും. സോ നമുക്ക് നേരെ കോഡിങ്ങിലേക്ക് ചെയ്യും. അപ്പോൾ കോഡിങ്ങിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം ഫേക്കർ ഇൻസ്റ്റാൾ ചെയ്യുക. ആ ഫേക്കർ ഇൻസ്റ്റാൾ ചെയ്യുന്ന നമ്മൾ pip install faker, ഇത് ക്യാപ്സ് ആണ്, ഫേക്കർ എഫ് ക്യാപ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇൻസ്റ്റാൾ ആയിക്കോളും. ഞാൻ ഇത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇൻസ്റ്റാൾ ആയി ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പിപ്പ് ഫ്രീസ് അടിക്കുക. പിപ്പ് ഫ്രീസിനകത്ത് നോക്കുമ്പോൾ ഫേക്കറിൻ്റെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. 17 ആണ് ഇതിൻ്റെ വെർഷൻ. ഓക്കെ, സോ അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് ഞാനൊരു പുതിയൊരു പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്ത് ഞാനിത് ഓൾറെഡി ഒരു കോഡ് എഴുതിയിട്ടുണ്ട്. ഈ വീഡിയോ കൂടുതൽ ലെങ്ത് ആയി പോകും, ഞാൻ കോഡ് എഴുതി പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഓരോ ലൈന് പറഞ്ഞുതരാം. സോ ഈ പൈത്തൺ ഫയൽ ആക്ച്വലി ഫസ്റ്റ് പ്രോജക്റ്റ്, അതായത് മെയിൻ പ്രോജക്റ്റിൻ്റെ അകത്താണ് ഞാൻ പോപ്പുലർ ഡേറ്റ എന്ന് പറഞ്ഞൊരു ഫയൽ, ഞാൻ പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇമ്പോർട്ട് OS, ഈ OS എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ സെറ്റിങ്സ്, അതായത് നമ്മുടെ മെയിൻ പ്രോജക്റ്റ് ഫസ്റ്റ് പ്രോജക്റ്റിൻ്റെ സെറ്റിങ്സിനകത്ത് നമ്മളൊരു വേരിയബിൾ, അതായത് ജാങ്കോ സെറ്റിങ്സ് മോഡ്യൂളിനകത്ത് ഫസ്റ്റ് പ്രോജക്റ്റ് ഡോട്ട് സെറ്റിങ്സ്, ഇതിനെ നമ്മൾ ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യും. ഇത് എന്തിനാണ് കൊടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഡമ്മി ഡേറ്റാസ് ഇൻസേർട്ട് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ സെറ്റിങ്സിനകത്ത് ഇത് പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ അത് മാനിപ്പുലേറ്റഡ് ആയിപ്പോവും. അതുകൊണ്ട് നമ്മൾ അത് എല്ലാം കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ OS ഇവിടെ ഈ ഫയലിനകത്ത് നമ്മൾ ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ജാങ്കോ ഇമ്പോർട്ട് ചെയ്യുക, ജാങ്കോനെ പിന്നെ സെറ്റ് ചെയ്യുക. ഓക്കെ, ഇത് കാരണം പൈത്തൺ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഫയലാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ 4 ലൈൻ കോഡ് നമ്മൾ ജാങ്കോയിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഫേക്ക് ഡേറ്റേനെ ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മളിവിടെ ഇമ്പോർട്ട് റാൻഡം, അതായത് നമുക്ക് റാൻഡം എന്ന് പറഞ്ഞൊരു ക്ലാസ് ലൈബ്രറി നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ആപ്ലിക്കേഷനിലുള്ള മോഡൽസ് നമ്മൾ 3 ക്ലാസ് ഇമ്പോർട്ട് ചെയ്യും. അതായത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ. ഈ 3 ക്ലാസ് നമ്മളവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് ഫേക്കർ എന്ന് പറഞ്ഞ ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, സോ ഈ ഫേക്കർ എന്ന് പറയുന്നത് നമ്മളൊരു വേരിയബിളിനകത്താണ് കൊടുത്ത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, ഫേക്ക് ജെൻ എന്ന് പറഞ്ഞു. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമുക്ക് ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാറ്റഗറിയാണ്, സെർച്ച്, സോഷ്യൽ നെറ്റ്വർക്ക്, ന്യൂസ്, ഗെയിംസ്, ഇത് ഓരോ എക്സാമ്പിളാണ്. സോ ഇതൊരു അറേയാണ്. അറേ സ്ട്രിങ്ങിനകത്ത് ഞാനൊരു വേരിയബിളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് ടോപ്പിക് ആഡ് ചെയ്യാം. അതായത് നമ്മൾ മോഡൽസിനകത്ത് പോകുമ്പോൾ നമുക്കിവിടെ ടോപ്പിക് എന്ന് പറഞ്ഞിരുന്നുണ്ട്. സോ ടോപ്പിക്ക് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ടോപ്പിക്കിനകത്ത് ആദ്യത്തെ വേരിയബിൾ top_name ആണ്. ഓക്കെ, അപ്പോൾ ആ ടോപ്പിക്കിനകത്ത് നമ്മൾ ടോപ്പിക് എന്ന് പറഞ്ഞൊരു ക്ലാസ്സിനെ നമ്മൾ എടുത്തു, അതിൻ്റെ ഒബ്ജക്ട്സ് എടുത്തിട്ട് ഗെറ്റ് ഓർ ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ മോഡലിനകത്ത്, നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞ മോഡലിനകത്ത് എൻട്രി ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എടുക്കുക, അല്ലെങ്കിൽ പുതുതായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യാം. അതാണ് ഗെറ്റ് ഓർ ക്രിയേറ്റ് എന്ന് പറയുന്നത് മെത്തേഡ്. ഇതിനകത്ത് നമ്മൾ top_name, അതായത് top_name എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് ടോപ്പിക്കിനകത്ത് ഒരു വേരിയബിൾ top_name. ആ top_name എന്ന് പറഞ്ഞാൽ നമ്മൾ റാൻഡം ചോയ്സ് ടോപ്പിക്സ് എന്ന് പറഞ്ഞാണ് എടുക്കുന്നത്. ഈ ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ അറേ സ്ട്രിങ് ആണ്. ആ അറേ സ്ട്രിങ്ങിനകത്ത് നമ്മൾ ചോയ്സ് എടുക്കുക. ഓക്കെ, അത് നമ്മൾ റാൻഡമായിട്ട് നമുക്ക് കിട്ടും. അത് ഓഫ് 0 ആയിരിക്കും, കാരണം ഇത് ആക്ച്വലി ഇത് ട്യൂപ്പിൾ ആയിരിക്കും വരുന്നത്, ട്യൂപ്പിളാണ്.
സോ ട്യൂപ്പിളിലെ നമ്മൾ ആദ്യത്തെ എൻട്രിയാണ് എടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇത് എടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ സേവ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ റിട്ടേൺ ചെയ്യും. ഓക്കെ, ആഡ് ടോപ്പിക്കിൽ നിന്ന് നമ്മൾ റിട്ടേൺ ചെയ്യും. അതായത് നമ്മൾ ഈ ഏതാണോ നമുക്ക് റാൻഡമായിട്ട് വരുന്ന സ്ട്രിങ് അതിന് നമ്മൾ റിട്ടേൺ ചെയ്യും ഈ ഫംഗ്ഷനിൽ. അത് കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് പോപ്പുലേറ്റ് ചെയ്യണം. അതായത് നമ്മൾ ഫേക്ക് എൻട്രീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് നമ്മളൊരു ലൂപ്പിനകത്താണ് ഇട്ടിരിക്കുന്നത്. പോപ്പുലേറ്റിനകത്ത് n=5, അതായത് നമുക്ക് 5 എൻട്രീസാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, 5 എൻട്രീസ് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ ഫോർ ലൂപ്പ് ചെയ്യുക. അതിനകത്ത് ടോപ്പിക്. ഓക്കെ, സോ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഗെറ്റ് ടോപ്പിക് റാൻഡംലി, അതായത് ഏതെങ്കിലും ഒരു ടോപ്പിക്ക്, സെർച്ചോ സോഷ്യൽ നെറ്റ്വർക്കോ അതെടുത്ത് വരും ടോപ്പ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഫേക്ക് URL ഡേറ്റ് നെയിം. അതായത് നമ്മൾ മോഡൽസിനകത്ത് പോകുമ്പോൾ നമ്മൾ ഓരോ വെബ് പേജിനകത്ത് നോക്കുക. വെബ് പേജ് ആക്സസ് റെക്കോർഡ് ക്ലാസ്സിൽ നോക്കുക. അതിനകത്ത് ടോപ്പിക്, നെയിം, URL, അതുപോലെ തന്നെ ആക്സസ് റെക്കോർഡിനകത്ത് നെയിമും ഉണ്ട്, ഡേറ്റും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു വേരിയബിളിനകത്ത് സെറ്റ് ചെയ്യാം ഫേക്ക് URL. നമുക്ക് URL വേണം. മോഡൽസിൽ വെബ് പേജിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോപ്പിക്ക് വേണം, നെയിം വേണം, URL. അതിൽ ടോപ്പിക്ക് നമ്മൾ എടുത്തു, കാരണം ടോപ്പിക് എന്ന് പറയുന്നത് ഫോറിൻ കീ ആണ്. സോ ഫോറിൻ കീ ആയത് നമ്മൾ ടോപ്പിൽ നമ്മൾ ആഡ് ചെയ്തത് add_topic ഫംഗ്ഷനകത്ത് ഈ ഒരു സ്ട്രിങ്ങിനെ നമുക്ക് റിട്ടേൺ ചെയ്ത് ഇവിടെ സെറ്റ് ചെയ്യും. ഇനി നമുക്ക് വേണ്ടത് URL ആണ്, ഫേക്ക് URL. ഓക്കെ, നമുക്ക് URL വേണം. അപ്പോൾ ഫേക്ക് URLനെ നമ്മൾ ഫേക്ക് ജെൻ, അതായത് ഫേക്കർ വെച്ചിട്ട് നമുക്ക് URL കിട്ടും. നിങ്ങൾ ഫേക്കറിൻ്റെ ഡോക്യുമെൻറ്റേഷനകത്ത് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, പ്രൊവൈഡേഴ്സ് ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അതിൽ URL എടുക്കാം. അടുത്ത ഫേക്ക് ഡേറ്റ്, അതായത് ആക്സസ് റെക്കോർഡിൻ്റെ ഡേറ്റ് ഉണ്ട്, അതിൻ്റെ ഡേറ്റ് എടുക്കുക, അതിൻ്റെ ഫേക്ക് ഡേറ്റ് എടുക്കുക. അതുപോലെ ഫേക്ക് നെയിം എന്ന് പറഞ്ഞാൽ വെബ് പേജിൻ്റെ നെയിം ആയിരിക്കണം. വെബ് പേജിൻ്റെ നെയിം നമ്മൾ കമ്പനി ആയിട്ടായിരിക്കും എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് വെബ് പേജ് എന്ന് പറയുന്നത് വെബ് പേജ് .objects.get നമ്മൾ വെബ് പേജിൻ്റെ മോഡലിനകത്ത് നമുക്ക് എൻട്രീസ് ക്രിയേറ്റ് ചെയ്യണം. അതിൽ നമ്മൾ ടോപ്പിക്ക്, അതിൽ 3 വേരിയബിളാണ് ടോപ്പിക്ക്. അതായത് മോഡൽസിൻ്റെ വെബ് പേജ് നോക്കുമ്പോൾ 3 എണ്ണം ഉണ്ട്. ആ 3 എണ്ണം നമ്മൾ കൊടുക്കണം. ടോപ്പിക് =top, അതായത് ഇത്. പിന്നെ URL എന്ന് പറയുന്നത് fake_URL. അതുപോലെ നെയിം എന്ന് പറഞ്ഞാൽ ഫേക്ക് നെയിം. അതുപോലെ തന്നെ ആക്സസ് റെക്കോർഡിനകത്ത് നമ്മൾ ഇതേപോലെ ഒബ്ജക്ട്സ് ഗെറ്റ് ഓർ ക്രിയേറ്റ് ചെയ്യും. അതിനകത്ത് 2 ഫീൽഡാണുള്ളത്, നെയിമും ഡേറ്റും. അപ്പോൾ നെയിം നമ്മൾ എടുക്കുന്ന വെബ് പേജാണ്, കാരണം നെയിം എന്ന് പറയുന്നത് ഫോറിൻ കീ ആണ്. സോ വെബ് പേജിനകത്തുള്ള മോഡലായിരിക്കും നമ്മൾ ഇവിടെ നെയിം സെറ്റ് ചെയ്യുന്നത്. അതുപോലെ ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫേക്ക് ഡേറ്റ് ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് ഇത് നമുക്ക് ഡേറ്റാസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നെയിം $main ആണെങ്കിൽ ഇനി നമുക്ക് പോപ്പുലേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി പോപ്പുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ 20 എൻട്രീസാണ് ഞാൻ കൊടുത്തത്. നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, നോ പ്രോബ്ലം. സോ നമുക്ക് ഈ പൈത്തൺ ഫയൽ നമുക്ക് റൺ ചെയ്യാം. ഓക്കെ, സോ പൈത്തൺ ഫയൽ റൺ ചെയ്യാനായിട്ട് നമ്മളിവിടെ python manage.py കൊടുത്തു കഴിഞ്ഞിട്ട് ഈ ഫയലിൻ്റെ നെയിം populate_data.py. unknown command populate_data.py. ഓക്കെ, ഇത് പൈത്തൺ manage.py അല്ല, സോറി, ആക്ച്വലി ഇത് പൈത്തൺ സെപ്പറേറ്റ് ഫയലാണ്. പൈത്തൺ populate_data.py. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പോപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. പോപ്പുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇവിടെ SQLite ഇവിടെ ആക്ച്വലി വേറൊരു ഫയൽ ഇങ്ങനെ വരുന്നുണ്ട്, SQLite, അതായത് ഇൻസേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ SQLite-നകത്ത് ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് നമുക്കിത് ചെക്ക് ചെയ്യണം. അത് നമ്മൾ പൈത്തൺ manage.py server. എന്നിട്ട് നമ്മളിതിനകത്ത് /admin. ഓക്കെ, അഡ്മിനകത്ത് കയറുമ്പോൾ നമുക്ക് ഇവിടെ ആക്സസ് റെക്കോർഡ്സ്, ടോപ്പിക്സ്, വെബ് പേജസ്,
ഓക്കെ, നമുക്കിവിടെ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കണ്ടോ, നമുക്ക് 20 ഡ്യൂപ്ലിക്കേറ്റ് എൻട്രീസ് നമുക്ക് ഡമ്മി ഡേറ്റാസ് കയറി ഇൻസേർട്ട് ആയിട്ടുണ്ട് വെബ് പേജിനകത്ത്. കിങ് ആൻഡേഴ്സ്റ്റൺ, ക്രൂഗർ ഇങ്ക് എന്ന് പറഞ്ഞ് കുറേ ഉണ്ട്. ഗൂഗിൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്തതാണ്. അതുപോലെ കുറേ ഡമ്മി ഡേറ്റാസ് നമുക്ക് ഇതിനകത്തുണ്ട്. ഡൺ ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ഡൺ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് നമുക്ക് റാൻഡം ആയിട്ടാണ് തന്നിരിക്കുന്ന ഗെയിംസ്. ഓക്കെ, ഗെയിംസ് ആണ് തന്നിരിക്കുന്നത്. അടുത്ത പോകുമ്പോൾ റോബിൾസ്റ്റൺ, ഷെൽട്ടൺ, ഡമ്മി URL തന്നിട്ടുണ്ട്, വുഡ് ലോപ്പസ്. സോ ഇങ്ങനെയാണ് നമുക്ക് ഫേക്കർ ലൈബ്രറിയുടെ യൂസ്ഫുൾ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് അറിഞ്ഞിരിക്കാനാണ് ഈ ലൈബ്രറി. ചിലപ്പോൾ ഫ്യൂച്ചർ പ്രോജക്ട്സിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഡമ്മി ഡേറ്റാസ് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ലൈബ്രറി യൂസ്ഫുൾ ആണ്, ഫേക്കർ എന്ന് പറഞ്ഞൊരു ലൈബ്രറി. ആക്സസ് റെക്കോർഡ്സിനകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്ത് റാൻഡം ഡേറ്റ്സ് ഓക്കെ ഇതിനകത്ത് എല്ലാം എഴുതിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമുക്ക് ഫേക്കർ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെക്ഷനിൽ ഇത്രയേ ഉള്ളൂ ഫേക്കറിനെ കുറിച്ച്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനകത്ത് ഇടാം. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദെൻ ബൈ.